ഇറാൻ അമേരിക്കയ്ക്കെതിരെ പോരാടുന്നത് ഒരു പുതിയ യുദ്ധതന്ത്രവുമായാണ്. അസിമെട്രിക് വാർഫെയർ എന്നതിനെ വിളിക്കും. പലർക്കും സുപരിചിതമല്ല ഈ ഒരു യുദ്ധതന്ത്രം. എന്തൊക്കെയാണ് ഈ അസിമെട്രിക് വാർഫെയറിൻ്റെ ഘടകങ്ങൾ? ഇത് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് കൂടുതൽ വെല്ലുവിളികളും അതോടൊപ്പം തന്നെ സങ്കീർണതകളും സൃഷ്ടിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേയധികം കുഞ്ഞു ബോട്ടുകൾ, കൊതുക് രൂപത്തിലുള്ള കുഞ്ഞു ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു യുദ്ധ നീക്കമാണ് ഇറാൻ നടത്തുന്നതെന്നാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് ഈ അസിമെട്രിക് വാർഫെയർ? കൊതുക് ബോട്ടുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ബോട്ടുകളാണ്. അപ്പോൾ അസിമെട്രിക് വാർഫെയർ എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അസിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ ശക്തികളല്ലാത്ത, അതായത് യുദ്ധ റിസോഴ്സസിലോ തന്ത്രങ്ങളിലോ സൈനിക ശേഷിയിലോ ആയുധങ്ങളുടെ ബലത്തിലോ ഒന്നും സമാനതകൾ ഒട്ടും തന്നെ ഇല്ലാത്ത രണ്ട് രാജ്യങ്ങളോ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളോ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഈ ശക്തി കുറഞ്ഞ ഗ്രൂപ്പ് അത്തരം ഏറ്റുമുട്ടലുകളിനെയാണ് അസിമെട്രിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ യുദ്ധങ്ങളിൽ ഈ ശക്തി കുറഞ്ഞ ഗ്രൂപ്പ് സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് അസിമെട്രിക് വാർഫെയർ. ഈ അസിമെട്രിക് വാർഫെയറിൽ ഒരിക്കലും വിജയിക്കാനല്ല ലക്ഷ്യമിടുന്നത്. അതായത് ശത്രുവിന് പരമാവധി ശല്യമുണ്ടാക്കി ശത്രുവിന്റെ വിജയം സാധ്യമല്ലാതാക്കുക. ഉള്ള ആയുധം, ഇംപ്രവൈസേഷൻ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. അതായത് നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കളിൽ നിന്നും നമ്മൾ ചില കണ്ടുപിടുത്തങ്ങൾ, ചില ഉപകരണങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചില ആയുധങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ വലിയ വിലയേറിയ അസറ്റുകളെ ഈ ചെറിയ തുക മുടക്കിയിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ആയുധങ്ങൾ കൊണ്ട് ആ അസറ്റുകൾക്ക് നാശം വരുത്തുകയും ചെയ്യുക. അങ്ങനെ ശത്രുവിന് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഉള്ള ഒരു നഷ്ടം ഉണ്ടാക്കി വെക്കുക. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്മാറ്റുക. ഇതൊക്കെയാണ് അസിമെട്രിക് വാർഫെയറിന്റെ ചില പ്രത്യേകതകൾ. ഈ അസിമെട്രിക് വാർഫെയറിൽ ഇറാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഗൗതം എന്നോട് സൂചിപ്പിച്ച മോസ്കിറ്റോ ഫ്ലീറ്റ്. മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ബോട്ടുകളാണ്, സ്പീഡ് ബോട്ടുകളാണ്. അതൊന്ന്. രണ്ടാമത്തെ മിജറ്റ് സബ്മറൈൻസ് എന്ന് പറയുന്ന ഒരു 10 പേർക്ക് 10 നാവികരൊക്കെ മാത്രമുള്ള വളരെ ചെറിയ അന്തർവാഹിനികൾ. ഈ രണ്ട് ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് സംവിധാനങ്ങൾ, അതാണ് ഇറാനെ ഈ യുദ്ധത്തിൽ ഹോർമൂസിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇറാനെ സഹായിച്ചത്. യഥാർത്ഥത്തിൽ ഇറാന്റെ വലിയ കപ്പലുകൾ, മിക്കവാറും യുദ്ധക്കപ്പലുകൾ, അത് ഇറാന് ഡിസ്ട്രോയർ ക്ലാസ്സിലുള്ള യുദ്ധക്കപ്പലുകൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിന് താഴെയുള്ള ഫ്രിഗേറ്റുകളുടെ ക്ലാസ്സിൽപ്പെട്ടതും അതുപോലെ കോർവെറ്റ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലുമാണ് ഇറാന്റെ കൈവശം ഉണ്ടായത്. ആ കോർവെറ്റുകളും ഫ്രിഗേറ്റുകളും ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇറാൻ്റേത് അമേരിക്ക തകർത്തു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചുപോയ ഒരു ഇറാൻ ഫ്രിഗേറ്റ് ശ്രീലങ്കൻ തീരത്തു നിന്ന് ഏതാണ്ട് ഒരു 200 കിലോമീറ്റർ അകലെ വെച്ചിട്ട്, 200 കിലോമീറ്റർ അപ്പുറം വെച്ചിട്ട് അമേരിക്കയുടെ ഒരു അന്തർവാഹിനി തകർത്തത്, നെടുകെ പിളർത്തി കളഞ്ഞത് ആ വാർത്ത നമ്മൾ വായിച്ചു. 80ഓളം ഇറാനിയൻ നാവികർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ നമുക്ക് മോസ്കിറ്റോ ഫ്ലീറ്റിലേക്ക് തിരിച്ചു വരാം. ഇത് 1988 ഇത്തരം ചെറിയ ബോട്ടുകൾ യുദ്ധത്തിന് ഉപയോഗിക്കാമെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക്, ഒരു കണ്ടെത്തലുകളിലേക്കും ഇറാൻ എത്തുന്നത്. 1988 അവർ ഇത്തരം ബോട്ടുകൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഇത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന, ഏതാണ്ട് ഒരു സ്പീഡ് ബോട്ട് പോലെ സഞ്ചരിക്കുന്ന ചെറിയ ബോട്ടുകളാണ്. ഇതില് ചെറിയ തരം മിസൈലുകൾ, അതുപോലെ ചെറിയ പീരങ്കികൾ, അതുകൂടാതെ പിന്നെ മെഷീൻ ഗണ്ണുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. വളരെ കുറച്ച് നാവികരുടെ എണ്ണം എത്രയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 20 പേരിലധികമൊന്നും ഇത്തരം ഒരു ബോട്ടിൽ കാണാനിടയില്ല. വളരെ കുറച്ചായിരിക്കും, ചിലപ്പം 10 പേരൊക്കെ മാത്രമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ മിജറ്റ് സബ്മറൈൻസ് പോലെ തന്നെ ആയിരിക്കും ഇതിലെ നാവികരുടെ എണ്ണവും. അങ്ങനെയുള്ള ഈ ഒരു ബോട്ടുകൾ, ഇത് ചിലപ്പോഴെങ്കിലും 1-2 പേർ മാത്രം കയറിയിട്ട് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് കപ്പലുകൾക്ക് നേരെ അടുക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ചാവേറ് പോലെ അതിലുള്ള നാവികർ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ ഈ ബോട്ട് കപ്പലിനടുത്തേക്ക് എത്തുമ്പോഴേക്കും അവർ ചാടി രക്ഷപ്പെടുമായിരിക്കാം. ഈ ഒരു തന്ത്രം ഇപ്പോൾ മുഖ്യമായിട്ടും ഇറാൻ പ്രയോഗിക്കുന്നത് ഹോർമുസിലൂടെ കടന്നു വരുന്ന ചരക്ക് കപ്പലുകൾ, അതായത്
കണ്ടെയ്നർ ഷിപ്പുകളാവട്ടെ അതുപോലെ തന്നെ ഓയിൽ ടാങ്കറുകളാകട്ടെ അവയ്ക്ക് നേരെയാണ്. ഈ ഒരു തന്ത്രം കാരണം ഹോർമൂസിലൂടെ കടന്നു പോകാനായിട്ട് പോകുന്ന കമേർഷ്യൽ ഷിപ്പുകൾക്ക് ഇൻഷുറൻസ് നൽകാനായിട്ടും പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാണ്. അപ്പം ഈ ഇറാൻ അത്രമാത്രം മതി. ഒരുപക്ഷെ ഈ ഒരു ചെറിയ ബോട്ടിൽ നിന്നുള്ള ഒരു ആക്രമണം കൊണ്ട് ഒരു കമേഴ്ഷ്യൽ ഷിപ്പ് പോലും പൂർണ്ണമായിട്ടൊന്നും തകരത്തില്ല. ഭാഗികമായിട്ട് ചില കേടുപാടുകൾ മാത്രമേ ഒരു കപ്പലിന് സംഭവിക്കുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ആക്രമണം അവരെ ഭയപ്പെടുത്തും. അവരിൽ ചില നാവികർ കൊല്ലപ്പെട്ടേക്കാം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്രമണത്തിൽ ഈ ഒരു ഗുജറാത്ത് സ്വദേശിയായ നാവികൻ കൊല്ലപ്പെട്ടിരുന്നു. 3 ഇന്ത്യക്കാര് അതുപോലെ ഗൾഫിലെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതൊക്കെ തന്നെ ഈ കമേർഷ്യൽ ഷിപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഭീതി പരത്തും. 2 തരത്തിലാണ്. അവിടെ ഉള്ളത് പോരാടുന്ന നാവികരല്ല അതിൽ ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് യുദ്ധത്തിൽ കൊല്ലപ്പെടാൻ ഉള്ള ആ ഒരു തരത്തിലുള്ള ആൾക്കാരല്ല അവിടെയുള്ള. അവരൊരിക്കലും അങ്ങനെയുള്ള ഒരു ഏരിയയിലൂടെ യാത്ര ചെയ്യാൻ അത്തരം ഒരു കമേഴ്ഷ്യൽ ഷിപ്പിന്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രൂവോ ഒന്നും ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. രണ്ടാമത്തേത് ഇൻഷുറൻസ് കമ്പനികളുടെ സമീപനമാണ്. ഇൻഷുറൻസ് കമ്പനികൾ അത്തരം കപ്പലുകൾക്ക് ഒരു കാരണവശാലും ഇൻഷുറൻസ് നൽകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത്തരം കപ്പലുകൾ ഈ പ്രദേശത്തൂടെ നീങ്ങില്ലല്ലോ. കപ്പലുടമകൾക്ക് തീർച്ചയായിട്ടും വൻ നഷ്ടമായിരിക്കും. അപ്പൊ അവരെ പിന്തിരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു യുദ്ധതന്ത്രം, അതാണ് ഈ അസിമെട്രിക് വാർഫെയർ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ മൈനുകൾ കടലിൽ പലയിടത്തും സ്ഥാപിക്കുന്നതും ഒക്കെ. ചുരുക്കി പറഞ്ഞാല് അമേരിക്കയുടെ വലിയ ആയുധശേഷിക്ക് എതിരെ വളരെ നിസ്സാരമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ നേരിടുകയും അത്തരം ഹോർമുസിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനും ഈ അസിമെട്രിക് വാർഫെയർ ഇറാനെ സഹായിച്ചു എന്നുള്ളതാണ്. ഇതിൽ മുഖ്യമായ പങ്കുവഹിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ മോസ്കിറ്റോ ബോട്ട്സ് എന്ന് പറയുന്ന വളരെ ചെറിയ ബോട്ട്. ഇത് മോസ്കിറ്റോ എന്ന് വിളിക്കാനുള്ള കാരണം ഇത്തരം ഷിപ്പിന്റെ ഹള്ള് വലുതല്ല, വലിയ ഹൈറ്റ് ഇല്ല. ഇത് ജലനിരപ്പിൽ നിന്നും വളരെ ഒരു ചെറിയ ഉയരം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു ഫിഷിംഗ് ബോട്ട് പോകുന്ന പോലെ ഇരിക്കും. അത് കാരണം റഡാറിൽ പെടാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് പലപ്പോഴും അമേരിക്കൻ കപ്പലുകളുടെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഷിപ്പുകളുടെ റഡാറിൽ പെടുന്നത് ഇത് ഏതാണ്ട് മീറ്ററുകൾക്ക് അടുത്ത് എത്തുമ്പോൾ മാത്രമാണ്. അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇതിന്റെ ഒരു നേട്ടം. പിന്നെ ഞാൻ മിജറ്റ് സബ്മറൈൻസിനെ കുറിച്ച് പറയും. മിജറ്റ് സബ്മറൈൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അധിക ദിവസമൊന്നും കടലിനടിയിൽ കിടക്കാനോ ഒന്നും ഉള്ള ശേഷി അതിനില്ല. അതില് 8 തൊട്ട് 10 നാവികരൊക്കെയാണ് പലപ്പോഴും ഉള്ളത്. പക്ഷേ അതിൽ നിന്നും പ്രയോഗിക്കുന്ന ടോർപിഡോകൾ കപ്പൽ മുക്കില്ലെങ്കിലും ഒരു കപ്പലിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കും. ഇത് തീരെ ചെറിയ ഒരു അന്തർവാഹിനി ആയതുകൊണ്ട് ഇതിന് ഷാലോ വാട്ടേഴ്സ്, അതായത് ആഴം കുറഞ്ഞ പിന്നെ കടലിലൂടെ സഞ്ചരിക്കാൻ പറ്റും. സാധാരണഗതിയിലുള്ള അന്തർവാഹിനികളൊക്കെ 30 മീറ്ററെങ്കിലും ആഴമില്ലാത്ത കടലിലൂടെ അതിന് സഞ്ചരിക്കാൻ പറ്റില്ല. ഇതൊരു ഈ 17-18 മീറ്റർ ആഴം മതി. അത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ ഈ മിജറ്റ് സബ്മറീൻസ് സഞ്ചരിക്കും. അത് ഒരു വലിയ ഭീഷണിയാണ് അമേരിക്കയ്ക്ക്. കാരണം അത്തരം കടലുകൾ പതുങ്ങിക്കിടക്കുന്ന ഇത്തരം അന്തർവാഹിനികൾ പെട്ടെന്ന് കപ്പൽ വരുമ്പോൾ ആയുധം പ്രയോഗിക്കും. ഇതൊക്കെ തന്നെ ഇത്തരം അന്തർവാഹിനികളാകട്ടെ, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മോസ്കിറ്റോ ഫ്ലീറ്റ് ആകട്ടെ, ഇറാന്റെ കടൽ പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് അതിന്റെ വശങ്ങളിലുള്ളത് പർവ്വതങ്ങളാണ്. ഈ വരണ്ട ഭൂമിയും പർവ്വതങ്ങളുടെയും ഇടയ്ക്ക് അവിടെ ഇത് കയറിപ്പോകാനുള്ള ചില ഗുഹകൾ, ഇത്തരം കപ്പലുകളാകട്ടെ ഇത്തരം ചെറിയ അന്തർവാഹിനികൾക്ക് കയറാൻ പറ്റുന്ന ഗുഹകൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗുഹകൾക്കുള്ളിലാണ് ഈ അന്തർവാഹിനികളും അതായത് ഈ കുള്ളൻ അന്തർവാഹിനികളും അതുപോലെ തന്നെ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് പറയുന്ന ഈ ചെറിയ യുദ്ധക്കപ്പലുകളുമൊക്കെ സൂക്ഷിക്കുന്നത്. ഇത് കാരണം ഇത് അന്തരീക്ഷ സാറ്റലൈറ്റ് വഴി ഇതിന്റെ ഫോട്ടോകൾ എടുക്കാനോ ഇതിന്റെ കേന്ദ്രങ്ങൾ ഇവ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഒരു മിസൈൽ ആക്രമണം നടത്തി ഇതിനെയൊക്കെ നശിപ്പിക്കാനോ അത്ര എളുപ്പമല്ല. അതായത് ഇതിന്റെ ഒരു രഹസ്യ താവളങ്ങളാണ് ഇതിന്റെ ഓപ്പറേഷൻ ഏറ്റവും സഹായിക്കുന്നത്. ഇത് മറ്റൊരു കാര്യം. ഇനി നമുക്ക് ഇത്തരം യുദ്ധങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വിജയിക്കണമെന്നും അവർക്ക് നിർബന്ധമില്ല. ശത്രുവിന് പരമാവധി നഷ്ടം ഉണ്ടാക്കിയാൽ മതി. അതായത്
മൂക്ക് മുറിച്ചും ശകുനം മുടക്കിയാൽ മതി എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. അതുപോലാണിത്. ഇറാൻ ഒരുപാട് പരിക്കുണ്ടാകും, പക്ഷെ അതോടുകൂടി ഈ ഹോർമൂസിലൂടെ ഉള്ള ഗതാഗതം തടസ്സപ്പെടും. അത് മതി. ഇറാന് നഷ്ടമുണ്ടായാലും ശരി, ഹോർമൂസിലൂടെയുള്ള ഗതാഗതം ഇല്ലാതാകുമല്ലോ. അതിൽ ഇറാൻ വിജയിച്ചിരിക്കുകയാണ്. ഈ അസിമെട്രിക് വാർഫെയറിനെ നേരിടാനായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ അമേരിക്ക രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൽക്കാലം ഹോർമുസിൽ ഈ ഇറാന്റെ അസിമെട്രിക് വാർഫെയർ തന്നെ അതിന് തന്നെയാണ് ഈ ഇവിടെ എഡ്ജ്. അത് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഫൈൻ ട്യൂൺ ചെയ്യാനും ഇത്തരം യുദ്ധങ്ങൾ അമേരിക്കയെ ഭീതിപ്പെടുത്തുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഇത്തരം ബോട്ടുകളോടൊപ്പം തന്നെ ഇറാൻ മറ്റൊരു തന്ത്രം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇറാന്റെ നൂറുകണക്കിന് ഫിഷിംഗ് ബോട്ടുകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഈ ഫിഷിംഗ് ബോട്ടുകൾ അവിടെ അതിൽ പലതിലും ആയുധം ഘടിപ്പിച്ചിട്ട് അത് ഞാനീ പറഞ്ഞ മോസ്കിറ്റോ ഫ്ലീറ്റിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം ഇറാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഇത്തരം ഫിഷിംഗ് ബോട്ടുകൾക്ക് സ്വയം പ്രതിരോധിക്കാനൊന്നും ഒരു സംവിധാനവും ഇല്ല. പക്ഷെ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് അല്ലെങ്കിൽ പരമാവധി നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് വരുന്ന ഇത്തരം ബോട്ടുകൾ ഇത് അമേരിക്കയുടെ വലിയ ഫ്രിഗേറ്റുകളെയും കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് നിർമ്മിച്ച ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും ഒക്കെ ഇത്തരം ഒരുപക്ഷെ ആയിരക്കണക്കിന് ഡോളർ മാത്രം ചെലവുള്ള, പരമാവധി $1-2 ലക്ഷം മാത്രം ചെലവുള്ള ഇത്തരം ചെറിയ മോസ്കിറ്റോ ഷിപ്പും അവയിലെ പ്രാകൃത ആയുധങ്ങളും ഉപയോഗിച്ച് അതിനെ നേരിടുമ്പോൾ അതൊരു വലിയ സാമ്പത്തിക തിരിച്ചടിയായിട്ട് അമേരിക്കയ്ക്ക് മാറും. അതായത് പരമാവധി പരിക്ക് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഈ യുദ്ധത്തിന്റെ കോസ്റ്റ് വർദ്ധിപ്പിക്കുകയും അവരെ 1000 മുറിവുകളിലൂടെ അവരുടെ രക്തം ചോർത്തി കളയുകയും ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള തന്ത്രമാണ്. വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് അമേരിക്കയും ഇസ്രായേലും ഇതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് കൗതുകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് നമുക്ക് അത്തരം വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.